ഒരു കുടുംബത്തിലെ 4 പേർ അവധി ആഘോഷിക്കാനായി ഒരു ദ്വീപിലെത്തുകയാണ്. എന്നാൽ അവധി ആഘോഷിക്കാൻ എത്തിയ അവർ നേരിടുന്നത് ഒരു കൂട്ടം സൈക്കോ ആൾക്കാരെയാണ്. എന്നാൽ ഈ ഒരു പടത്തെ എൻഗേജിംഗ് ആക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും അവസാനത്തെ കുറച്ച് ട്വിസ്റ്റും ടേണുകളുമാണ്. കഥ ഒരു ട്രാക്കിൽ പോകുമ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത, മനസ്സിൽ പോലും കാണാത്ത ഒരു ഗംഭീര ട്വിസ്റ്റ് വരുന്നത്. കഥയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതും ഈ ഒരു ട്വിസ്റ്റ് തന്നെയാണ്. 2024 പുറത്തിറങ്ങിയ ഗെറ്റവേയാണ് നമ്മൾ ഇന്ന് കഥാലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥയുടെ തുടക്കം നമ്മൾ കാണുന്നത് സ്വീഡനിൽ നിന്ന് സ്വാൾട്ട് എന്ന ദ്വീപിലേക്ക് ഒരു വെക്കേഷൻ ട്രിപ്പ് നടത്തുന്ന ഒരു ഫാമിലിയാണ്. പേരൻസ് ആയിട്ടുള്ള റിച്ചാർഡും സൂസനും അവരുടെ മക്കളായിട്ടുള്ള ജെസിയും സാമുമാണ് ആ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നത്. യാത്രക്കിടയിൽ അവർ വെക്കേഷന് പോകാനിരിക്കുന്ന സ്വാൾട്ട് എന്ന ആ ഒരു ദ്വീപിനെ പറ്റി അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. വിചിത്രമായ ഒരു ആചാരം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു ദ്വീപാണ് സ്വാൾട്ട. 1856 കാലഘട്ടത്തിൽ പകർച്ചവ്യാധി വന്നതുമൂലം ആ ഒരു ഐലൻഡിനെ ക്വാറന്റൈനിലാക്കുകയും അവിടുത്തെ ആൾക്കാരെ പലരും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ദ്വീപിൽ അധികം വൈകാതെ വരൾച്ചയും വരാൻ തുടങ്ങി. അങ്ങനെ ദ്വീപിലെ ആ ഒരു ജനങ്ങൾ മനുഷ്യരെ ഭക്ഷിക്കുന്നവരായിട്ട് മാറുകയാണ്. ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലെ ഈ ഒരു അവസ്ഥയെല്ലാം മാറി കിട്ടിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള കുറച്ച് വർഷങ്ങളിൽ, അതായത് ഏകദേശം 10 വർഷങ്ങൾ കൂടുമ്പോൾ കാരന്റൈൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു വിചിത്രമായ ട്രഡീഷൻ അവർ ഫോളോ ചെയ്യും. അവരുടെ പൂർവികർ നേരിട്ട കാര്യങ്ങൾ അനുസ്മരിച്ച് ഒരു 8 മണിക്കൂറുള്ള ഒരു നാടകം നടത്തുകയാണ് പതിവായിട്ട് ആ ദിവസം അവർ ചെയ്യാറ്. ഇങ്ങനെ വിചിത്രമായ ഒരു ട്രഡീഷൻ വെച്ചു പുലർത്തുന്ന ഒരു ദ്വീപിലേക്കാണ് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഇവർ 4 പേരും ചെല്ലുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ ചെല്ലുന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കാരന്റൈൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷൻ നടത്താനിരിക്കുന്നതിന് 2 ദിവസം മുൻപാണ്. കാരന്റൈൻ നടത്താൻ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. അധികം വൈകാതെ അവർ 4 പേരും കടൽക്കരയുടെ തൊട്ടടുത്തുള്ള ഒരു കഫേയിലേക്ക് എത്തുകയാണ്. കടയിൽ കയറിയപ്പോൾ തന്നെ സൂസൻ കഫേയുടെ ഓണറുമായിട്ട് സംസാരിക്കുകയും കോഫി ഓർഡർ ചെയ്യുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് മക്കളായിട്ടുള്ള ജെസിയും സാമും ആ ഒരു കഫേ ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു. പെട്ടെന്നായിരുന്നു തല വെട്ടി മാറ്റപ്പെട്ട രീതിയിലുള്ള ഒരു പക്ഷി നിലത്ത് കിടക്കുന്നത് അവർ കാണുന്നത്. കണ്ടപ്പോൾ ആദ്യമേ ഒന്ന് പേടിച്ചെങ്കിലും അവർ ആ ഒരു പക്ഷിയുടെ ഫോട്ടോ അവർ മൊബൈലിൽ എടുക്കുകയാണ്. ഇതേ സമയത്ത് കഫേയുടെ ഓണറുമായിട്ട് റിച്ചാർഡും സൂസനും സംസാരിച്ചപ്പോഴാണ് റിച്ചാർഡ് കഫേ ഓണറിനോട് ഒരു കാര്യം ചോദിച്ചത്. സ്വാൾട്ട് എന്ന ദ്വീപിലേക്ക് പോകാനുള്ള ആ ഒരു ബോട്ട് അല്ലെങ്കിൽ ഫെറി എപ്പോഴാണ് വരിക? സ്വാൾട്ട് എന്ന ആ ഒരു ദ്വീപിന്റെ പേര് കേട്ടപ്പോൾ തന്നെ കഫേ ഓണറിന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം നിലത്ത് വീണ് പൊട്ടുകയാണ്. സ്വാൾട്ട് എന്ന ആ ഒരു ദ്വീപിന്റെ പേര് കുറച്ച് അത്ഭുതത്തോടെയും പേടിയോടെയുമാണ് അയാൾ കേട്ടത്. ക്വാറന്റൈൻ പീരീഡിന്റെ ഈ ഒരു സമയത്ത് സ്വാൾട്ട് എന്ന ദ്വീപിലേക്ക് പോകുന്നത് അനുവദിക്കത്തില്ലെന്ന് അയാൾ പറഞ്ഞു. അതുമാത്രമല്ല, വെക്കേഷന് വേണ്ടിയുള്ള ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു ദ്വീപിലില്ല. പക്ഷേ എയർബിഎൻബി വഴി ആ ഒരു ദ്വീപിലെ ഒരു ഹോട്ടൽ താൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് റിച്ചാർഡ് അയാളെ കാണിച്ചു കൊടുക്കുകയാണ്. മാറ്റ്സ് ലാർസൺ എന്ന പേരുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഹോട്ടലാണ് അത്. ഇതൊക്കെ ആ ഒരു കഫേ ഓണർ കേട്ടെങ്കിലും ആ ഒരു ദ്വീപിലേക്ക് അവരോട് പോകരുതെന്ന് അയാൾ വാശി പിടിക്കുകയായിരുന്നു. ദ്വീപിലുള്ള ആ ഒരു ജനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരല്ല. അവർ മനുഷ്യരെ തിന്നുന്ന മൃഗങ്ങളാണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം തമാശയും വെറും കെട്ടുകഥകൾ മാത്രമാണെന്നാണ് ആ ഒരു ഫാമിലി വിചാരിച്ചത്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് ആ ഒരു ദ്വീപിലേക്ക് പോകാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്ത് ബോട്ടിന്റെ ശബ്ദം കേട്ട് റിച്ചാർഡും സൂസനും പെട്ടെന്ന് എഴുന്നേറ്റത്. എന്നാൽ ആ ഒരു കഫേ ഓണർ ആകട്ടെ റിച്ചാർഡിന്റെ കയ്യിൽ കയറി പിടിച്ച് അയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നു. ആ ദ്വീപിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുതെന്ന് അയാൾ നിർബന്ധിച്ചു. പക്ഷേ റിച്ചാർഡ് ആകട്ടെ അവനെ മൈൻഡ് പോലും ചെയ്യാതെ അവന്റെ ഫാമിലിയെ കൂട്ടി അവൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ആ ഒരു ബോട്ടിന്റെ അടുത്ത് ചെന്ന് ആ ഒരു ടിക്കറ്റ് ചെക്കറിന്റെ അടുത്ത് നിന്ന് 4 ടിക്കറ്റും റിച്ചാർഡ് വാങ്ങി. എന്നാൽ സ്വാൾട്ട് എന്ന ആ ഒരു ദ്വീപിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത ആ ഒരു പെൺകുട്ടി ഒന്ന് ഞെട്ടിപ്പോവുകയായിരുന്നു. കാരണം ആർക്കും അറിയാത്ത അത്രയും നിഗൂഢതകൾ നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു സ്വാൾട്ട. റിച്ചാർഡ് ആകട്ടെ കഫേയിൽ മറന്നു വെച്ച അവന്റെ പേഴ്സും എടുത്തുകൊണ്ട് വന്ന് ആ ഒരു ടിക്കറ്റിന്റെ കാശ് കൊടുക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും ബോട്ടിൽ കയറി യാത്ര തുടങ്ങുകയാണ്. പക്ഷെ ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴാണ് യാത്രക്കാരായിട്ടുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഇവർ 4 പേരെയും രൂക്ഷമായിട്ട് നോക്കുകയാണ്. സ്വാൾട്ട് എന്ന ദ്വീപിലേക്കാണ് ഇവർ ഇപ്പോൾ പോകുന്നതെന്ന് അറിഞ്ഞേ പിന്നെയാണ് ഇവർ എല്ലാവരും ഇവരെ ഇങ്ങനെ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റൊരാൾ വന്ന് സൂസിന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സ്വാൾട്ട് എന്ന ദ്വീപിലേക്ക് ആ ഒരു ബോട്ട് എത്തിച്ചേർന്നത്. ദ്വീപിലിറങ്ങിയപ്പോഴാണ് ഒരു കൂട്ടം ജനങ്ങൾ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദ്വീപിൽ താമസിക്കുന്നവർ തന്നെയായിരുന്നു അവരെല്ലാവരും. ഒട്ടും സന്തോഷമില്ലാതെ ഗൗരവത്തോടെയായിരുന്നു അവർ 4 പേരെയും ആ ഒരു ജനങ്ങൾ നോക്കിയിരുന്നത്. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ ലീഡറായിട്ടുള്ള ക്ലാര വന്നിട്ട് അവരോട് ഒരു കാര്യം ചോദിച്ചത്. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഞങ്ങളുടെ ഈ ഒരു ദ്വീപിലേക്ക് നിങ്ങൾ വന്നത്? ഞങ്ങളിവിടെ ഒരു വെക്കേഷൻ കൂടാൻ വന്നതാണ്. കാരന്റൈൻ എന്ന ആ ഒരു ട്രഡീഷണൽ പ്ലേയും ഞങ്ങൾക്ക് കാണണം. അത് കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സൂസൻ ഇങ്ങനെ തിരികെ മറുപടി പറഞ്ഞാലും ക്ലാരയ്ക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻഗിമർ എന്ന ഒരു പയ്യനാകട്ടെ അവരോട് എത്രയും പെട്ടെന്ന് നാട് വിട്ടു പോകാനായിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്താണ് മാറ്റ്സ് ലാർസൺ എന്ന പേരുള്ള ഒരാൾ അവിടെ വന്നത്. എയർബിഎൻബി വഴി ഈ ഒരു കുടുംബം ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിന്റെ ഓണറാണ് മാറ്റ്സ് ലാർസൺ.
അയാളാണ് ഈ ഒരു കുടുംബത്തിന് ഹോട്ടലിൽ മുറി കൊടുത്തതെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു നാട്ടുകാരെല്ലാം അയാളുടെ നേരെ തിരികുകയായിരുന്നു. യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് ഈ ഒരു മുറിയും ഈ ഒരു വീടും കൊടുത്തതിനാണ് ആ ഒരു നാട്ടുകാർ ദേഷ്യപ്പെട്ടത്. എന്നാൽ ആ ഒരു ഹോട്ടൽ തന്റെ പേരിലുള്ളതാണ്, അത് ആർക്ക് കൊടുക്കണമെന്ന് തന്റെ അധികാരം മാത്രമാണെന്ന് മാറ്റ്സ് ലാർസൺ ആ ഒരു നാട്ടുകാരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ക്ലാരയ്ക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഏതായാലും ആ ഒരു കുടുംബം ഇവിടെ താമസിക്കട്ടെ എന്ന മട്ടിൽ തന്നെയായിരുന്നു ക്ലാരയും കൂടെ ഉണ്ടായിരുന്നവരും. എന്നാൽ താമസിക്കുന്നതിന് മുൻപ് ഇവിടെയുള്ള ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാനായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം ക്ലാര അവരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാറ്റ്സ് ലാർസൺ ആ ഒരു കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് അവന്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലെ മുറിയും കാര്യങ്ങളുമെല്ലാം മാറ്റ്സ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ മാറ്റ്സ് ആകട്ടെ ജെസി എന്ന പെൺകുട്ടിയോട് അല്പം വിയേഡായിട്ടാണ് പെരുമാറിയത്. ആ പെൺകുട്ടിയോട് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു പെൺകുട്ടിയുടെ പുറകെ തന്നെയായിരുന്നു മാറ്റ്സ് കുറെ നേരവും. കുറച്ചു കഴിഞ്ഞപ്പോൾ മാറ്റ്സ് ലാർസൺ എന്ന അയാൾ അവരോടായിട്ട് ഒരു കാര്യം പറയുകയാണ്. ഈ ഒരു ഹോട്ടലും ഈ ഒരു സ്ഥലവും എല്ലാം എൻ്റെ അമ്മയുടെ പേരിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത്. റിച്ചാർഡ്, താങ്കളിരിക്കുന്ന ആ ഒരു കസേരയിൽ വെച്ചായിരുന്നു എൻ്റെ അമ്മയെ കഴുത്തറുത്ത് തല വെട്ടിമാറ്റപ്പെട്ട രീതിയിൽ കണ്ടത്. മാറ്റ്സ് ലാർസൺ ഇങ്ങനൊരു കാര്യം പറയുന്നത് കേട്ടപ്പോൾ റിച്ചാർഡിനും അവൻ്റെ ഭാര്യ സൂസനും വല്ലാത്തൊരു ഭയമായി. ഏതായാലും അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പതിയെ റിച്ചാർഡും അവൻ്റെ കുടുംബം ഓരോ സാധനങ്ങൾ ഇറക്കി വെച്ച് പതിയെ അൺപാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതേ സമയം ജെസി എന്ന ആ ഒരു പെൺകുട്ടി ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ബാത്റൂമിലെ ആ ഒരു ടബിൽ ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ആ ഒരു ബാത്റൂമിൽ നിന്ന് വളരെ സ്ട്രേഞ്ച് ആയിട്ട് കുറച്ച് ശബ്ദം അവൾ കേൾക്കാനിടയായത്. അവൾ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തമായ ശബ്ദം കേൾക്കുകയായിരുന്നു. പേടിപ്പെടുത്തുന്ന ആ ഒരു ശബ്ദം കേട്ട് ജെസി നന്നായിട്ട് ഒന്ന് ഭയന്നു. ആ ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോഴാണ് വെളിയിൽ നിന്ന് കുറച്ച് ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് റിച്ചാർഡും സൂസനും ഞെട്ടി എഴുന്നേറ്റത്. അവർ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കത്തിച്ച പന്തങ്ങളുമായിട്ട് അവിടുത്തെ ജനങ്ങളെല്ലാം അവരുടെ വീടിന്റെ മുൻപിൽ നിൽക്കുന്നതാണ്. ഏറെക്കുറെ അവരെ എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കാനായിട്ട് ആ ഒരു ജനക്കൂട്ടം വീടിന്റെ മുൻപിൽ വന്നു നിന്നതായിരുന്നു. അവരെ പിന്നീടും ഒന്ന് പേടിപ്പിക്കാനായിട്ട് ഒരു ചത്ത അണ്ണാന്റെ ശവം അവരുടെ വീടിന്റെ മുൻപിൽ കൊണ്ട് വെക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ റിച്ചാർഡ് അവരോട് ചോദിച്ചു, എന്റെ കുട്ടികൾ സമാധാനമായിട്ട് അകത്ത് കിടന്നുറങ്ങുകയാണ്, എന്തിനാണ് ഞങ്ങളെ ഇത്രയധികമായിട്ട് നിങ്ങൾ ഹറാസ് ചെയ്യുന്നത്? എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ ആ ഒരു ജനക്കൂട്ടമെല്ലാം അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ ഈ ഒരു വീട്ടിൽ ഇവിടെ വന്നത് അബദ്ധമായി പോയെന്ന് സൂസൻ റിച്ചാർഡിനോട് ചോദിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയായിരുന്നു കുറച്ച് അകലെ നിന്ന് ആ ഒരു ജനക്കൂട്ടത്തിന്റെ നേതാവായിട്ടുള്ള ക്ലാര അവർ രണ്ടുപേരെയും സൂക്ഷിച്ച് ഒളിഞ്ഞു നോക്കുകയായിരുന്നു. എന്തോ നിഗൂഢത നിറഞ്ഞ ഒരു ഭയപ്പെടുത്തുന്ന നോട്ടമായിരുന്നു ക്ലാരയുടെ മുഖത്തുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. അതായത് കാറന്റൈൻ എന്ന ആ ഒരു ട്രഡീഷൻ നടത്താൻ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. ആ ദിവസം രാവിലെയാണ് ജെസി എന്ന ആ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനായിട്ടുള്ള റിച്ചാർഡിനോട് തലേ ദിവസം അവൾ ബാത്റൂമിൽ വെച്ച് കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. നമ്മളെ ആരൊക്കെയോ ചേർന്ന് സ്ട്രേഞ്ച് ആയിട്ട് നിരീക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ബാത്റൂമിലെ ആ ഒരു കണ്ണാടിയുടെ മറുഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നു. ആരൊക്കെയോ ചേർന്ന് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ തന്റെ അച്ഛൻ റിച്ചാർഡിനോട് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു CCTVയിലൂടെ ഇവരെ ആരൊക്കെയോ നിരീക്ഷിക്കുകയാണ്. ഇവരറിയാതെയാണ് ആ ഒരു CCTVയിലൂടെ ആ ഒരു സ്ട്രേഞ്ചർ ഇവരെ നിരീക്ഷിക്കുന്നത്. അതാരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് മാറ്റ്സ് ലാർസന്റെ അടുത്ത് ചെന്ന് അവന്റെ വീട്ടിൽ ചെന്ന് തലേദിവസം നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അവൻ തുറന്നു പറഞ്ഞു. ദ്വീപിലെ ഇരു ജനങ്ങൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് മോശം അനുഭവം മാത്രമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ തലേദിവസം അവർ കൊണ്ടുവന്നിട്ട ആ ഒരു ചത്ത റാക്കോന്റെ ശവവും റിച്ചാർഡ് മാറ്റ്സ് ലാർസന്റെ മുമ്പിൽ കൊണ്ട് വെക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ഹോട്ടലും ഈ ഒരു സ്ഥലത്തെ പറ്റിയും ഒരു നെഗറ്റീവ് റിവ്യൂ തന്നെ ഞാൻ കൊടുക്കുമെന്ന് റിച്ചാർഡ് ഭീഷണിപ്പെടുത്തി മാറ്റ്സ് ലാർസനോട് പറഞ്ഞു. എന്നാൽ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകില്ലെന്നും ദ്വീപിലെ കമ്മ്യൂണിറ്റിയും ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചോളാമെന്നും മാറ്റ്സ് ലാർസൺ അയാൾക്ക് ഉറപ്പ് നൽകി. ഇതേ സമയം നമ്മളെ മറ്റൊരു സീനാണ് കാണിക്കുന്നത്. ആദ്യത്തെ ദിവസം ദ്വീപിന് മറുകരയിലുള്ള ആ ഒരു കഫേ ഉണ്ടല്ലോ, ആ ഒരു കഫേ ഓണറും അയാളുടെ ആ ഒരു ഭാര്യയും മരണപ്പെട്ട് കിടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അല്പം മൃഗീയമായിട്ട് രണ്ടുപേരെയും കൊന്നിട്ടിരിക്കുകയാണ്. അവിടെ നിന്നെല്ലാം ആ ഒരു സീൻ മാറി നമ്മളിപ്പോൾ ആ ഒരു ദ്വീപ് കാണിക്കുമ്പോൾ ദ്വീപിലെ കാട്ടിലൂടെയും ആ ഒരു കുന്നിലൂടെയും എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് റിച്ചാർഡും സൂസനും. അങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ദ്വീപിന്റെ കരയിൽ 4 ശവപ്പെട്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് അവർ ശ്രദ്ധിച്ചത്. ഇതുകൂടെ കണ്ടപ്പോൾ റിച്ചാർഡിനും സൂസനും അല്പം സ്ട്രേഞ്ച് ആയിട്ട് എന്തോ കാര്യങ്ങളൊക്കെ തോന്നി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫോഴ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഒരു ബോട്ടിൽ ആ ഒരു ദ്വീപിലേക്ക് വന്നിറങ്ങുന്നത്. വന്നിറങ്ങിയ ഉടനെ തന്നെ അവിടുത്തെ ഫെറിയിലെ ഒരു അറ്റൻഡന്റുമായിട്ട് ഫോഴ്സ്ബർഗ് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മറുകരയിലുള്ള ആ ഒരു കഫേയിലെ ഓണർ കൊല്ലപ്പെട്ടതും അതിനെപ്പറ്റി അതിന്റെ അന്വേഷണമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ദ്വീപിലേക്ക് വന്നത്. യൊഹാൻ എന്ന പേരുള്ള ഒരു കുറ്റവാളിയാണ് ഇതിന്റെ കാരണക്കാരനാകാനുള്ള സാധ്യത. അവൻ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ഒരു വലിയ ക്രിമിനലാണ്. ഈ ദ്വീപിലെ ജനങ്ങളോട് അവനെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഹോട്ടലിലെ മുറിയിൽ വെച്ച് അല്പം റൊമാൻറ്റിക് ആയിട്ട് ഇന്റിമേറ്റ് ആവുന്ന റിച്ചാർഡിനെയും സൂസനെ കാണിക്കുകയാണ്.
പക്ഷേ ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം CCTVയിലൂടെ ആ ഒരു സ്ട്രേഞ്ചർ ഒളിച്ചിരുന്ന് കാണുകയാണ്. മറുഭാഗത്ത് ജൊഹാനെ അന്വേഷിച്ച ആ ഒരു ഡിറ്റക്റ്റീവ് ദ്വീപിലെ ആ ഒരു ജനങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. കറാൻറ്റിൻ എന്ന ആ ഒരു ട്രഡീഷനോടനുബന്ധിച്ചുള്ള ആ ഒരു നാടകത്തിന്റെ ഒരുക്കത്തിലായിരുന്നു അവിടുത്തെ ജനങ്ങളെല്ലാവരും. അപ്പോൾ അത് ഇന്ററപ്റ്റ് ചെയ്തിട്ടാണ് ഫോഴ്സ്ബെർഗ് എന്ന് പറയുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് അവരുടെ അടുത്തേക്ക് വന്നത്. താൻ ജൊഹാനെ അന്വേഷിച്ച് ഇവിടെ വന്നതാണെന്നും അവനൊരു ക്രിമിനൽ ആണെന്നും അവൻ 2 കൊലപാതകം നടത്തിയിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നും ആ ഒരു ഡിറ്റക്റ്റീവ് അവരോടെല്ലാം പറഞ്ഞു. എന്നാൽ ജൊഹാൻ ഇവിടെ ഇല്ലെന്നും അവൻ ഈ ദ്വീപ് വിട്ടു പോയിരിക്കുകയാണെന്നും അവരുടെ ലീഡറായിട്ടുള്ള ക്ലാര പറയുകയാണ്. അതുമാത്രമല്ല, പുറത്ത് നടന്ന ഈ ഒരു കേസിനെ പറ്റി നിങ്ങൾ എന്തിനീ ദ്വീപിൽ വന്ന് അന്വേഷിക്കണം? ദ്വീപിലെ നിയമപരിധിയിൽ നിങ്ങൾ വരുത്തില്ല, നിങ്ങൾക്ക് ഇവിടെ കയറാൻ യാതൊരു യോഗ്യതയുമില്ലെന്ന് ക്ലാര കയർത്ത് ദേഷ്യത്തോട് ആ ഒരു പോലീസുകാരനോട് പറഞ്ഞു. എന്നാൽ ഫോഴ്സ്ബെർഗ് ആകട്ടെ അത് കേട്ടു നിന്നില്ല. സംസാരിക്കുമ്പോൾ മയത്തിൽ സംസാരിച്ചെങ്കിൽ നിങ്ങളുടെ കഴുത്തിന് മണ്ടൽ തലയുണ്ടാകില്ലെന്ന് ഭീഷണിപ്പെടുത്തതിനെ ഫോഴ്സ്ബെർഗ് ആ ഒരു സ്ത്രീയോട് പറഞ്ഞു. ജൊഹാൻ എന്ന ആ ഒരു ക്രിമിനലിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളാനായിട്ട് പറഞ്ഞ് വാൺ ചെയ്തിട്ടാണ് ഫോഴ്സ്ബെർഗ് അവന്റെ ബോട്ടും എടുത്തുകൊണ്ട് ആ ദ്വീപിൽ നിന്ന് പോയത്. എന്നാൽ ആ ഒരു ഡിറ്റക്റ്റീവ് ബോട്ട് കയറി പോകുന്നത് കുറച്ച് അകലെ നിന്ന് ആ ദ്വീപിൽ നിന്ന് തന്നെ ജൊഹാൻ നോക്കി കാണുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് റിച്ചാർഡിന്റെ മക്കളായിട്ടുള്ള ജസീം സാമും അവർ ആ ദ്വീപിലുള്ള ഒരു ലോക്കൽ കഫേയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ഒരു കഫേയുടെ ഓണർ ആകട്ടെ ഇൻഗമർ എന്നു പേരുള്ള ആ ഒരു ചെറിയ പയ്യനാണ്. ദ്വീപിൽ ആദ്യമായിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ ഇറക്കിവിടാനായിട്ട് മുൻപിൽ നിന്ന ഒരു പയ്യനായിരുന്നു ഇവനും. ഇവർ അങ്ങനെ കഫേയിൽ വരുന്നത് കണ്ട് ഇൻഗമർ അവരോട് സംസാരിച്ചു. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ദ്വീപിൽ വരാൻ പാടില്ലായിരുന്നു, നിങ്ങളുടെ തന്നെ നാശത്തിനാണ് അത് വഴിവെക്കുക. എന്നാൽ മറുപടിയായിട്ട് സാമു പറയുകയാണ്, അല്ലെങ്കിലും നിങ്ങളുടെ ഈ ഒരു ദ്വീപിൽ വരാൻ ഞങ്ങൾക്ക് 2 പേർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. പിന്നെ കാരന്റൻ എന്നു പേരുള്ള നിങ്ങളുടെ ആ ഒരു ട്രഡീഷണൽ പ്ലേ ഞങ്ങളുടെ പേരൻസിന് അത് കാണാൻ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും അവരുടെ കൂടെ വന്നത്. ഇവരുടെ ഈ ഒരു സംസാരം പുറകെ നിൽക്കുന്ന മറ്റ് ലോക്കൽസും കേൾക്കുന്നുണ്ടായിരുന്നു. സാമു പറയുന്ന ഈ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ലോക്കൽസ് ആകട്ടെ സാമിനെ പിടിക്കാനും തുടങ്ങി. സാമാകട്ടെ അവിടെ ഉണ്ടായിരുന്ന സ്പ്രിങ്കിൾസ് വാട്ടർ എടുത്ത് അവരിൽ ഒരാളുടെ കണ്ണിലേക്ക് വലിച്ചെറിയുകയാണ്. പിന്നീട് അങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്നവരുമായിട്ട് അവർ ചെറിയ കയ്യാങ്കളിലായി. പെട്ടെന്നായിരുന്നു മാസ്ക് ധരിച്ച അവിടുത്തെ ചില ലോക്കൽസ് ജെസ്സിയും സാമിനെയും ആ ഒരു കഫയിൽ നിന്ന് വെളിയിലേക്ക് ആക്കുകയാണ്. മാസ്ക് ധരിച്ച ഈ ഒരു ലോക്കൽസ് തന്നെയായിരുന്നു ബോട്ടിൽ നിന്ന് ആ ഒരു 4 ശവപ്പെട്ടികളും ഇറക്കിക്കൊണ്ടുവന്നത്. സാമു പുറത്ത് നോക്കുമ്പോൾ കാണുന്നതും ആ ഒരു 4 ശവപ്പെട്ടികളാണ്. അതിലൊന്നിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ലയർ എന്ന ഒരു നെയിം ബോർഡാണ്. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ അവർ 2 പേർക്കും ഈ ലോക്കൽസ് അത്ര നല്ലവരല്ലെന്ന് മനസ്സിലായി. അങ്ങനെ അല്പം ഭയത്തോടു കൂടെ തന്നെ 2 പേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ ഒരു സമയത്ത് ഹോട്ടലിലെ അവരുടെ മുറി കാണിക്കുകയാണെങ്കിൽ ലേഡീസിന്റെ അണ്ടർ ഗാർമെന്റ്സ് ഇട്ടുകൊണ്ട് മാറ്റ്സ് ലാർസൺ എന്ന ആ ഒരു ഹോട്ടലിന്റെ ഓണർ ഒരു കട്ടിലിൽ കിടക്കുകയാണ്. അല്പം വിയേഡായിട്ടുള്ള ഒരു വൈകൃതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അയാൾ കാണിക്കുന്നത്. പെട്ടെന്നായിരുന്നു ആ ഒരു വീട്ടിലേക്ക് ജെസ്സിയും സാമും കയറി വരുന്നത് മാറ്റ്സ് ലാർസൺ ശ്രദ്ധിച്ചത്. ഉടൻ തന്നെ അവരറിയാതെ ആ ഒരു മുറിയിൽ നിന്ന് അയാൾ ഇറങ്ങി മാറുകയാണ്. ജെസ്സി അവളുടെ മുറിയിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ബെഡ് അലങ്കോലമായിട്ട് കിടക്കുന്നതാണ്. മാത്രമല്ല അവൾ ഉപയോഗിച്ച അവളുടെ അണ്ടർ ഗാർമെന്റ്സ് അത് അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ ജെസ്സി അവിടെ ഉണ്ടായിരുന്ന ഒരു മിററിന്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു മിററിൽ അവൾക്ക് ഇഷ്ടം തോന്നിയ ആ ഒരു ഹാർട്ടിന്റെ സിമ്പിൾ വരച്ചു വെച്ചു. എന്നാൽ മിററിന്റെ മറു സൈഡ് കാണിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മാറ്റ്സ് ലാർസൺ എന്ന അയാൾ മറു സൈഡ് നിൽപ്പുണ്ടായിരുന്നു. അയാൾ അല്പം വിയേഡായിട്ട് ആ ഒരു വരച്ചു വെച്ച സിമ്പിളിൽ നക്കുകയാണ്. ഈ ഒരു മൂവിലെ സൈക്കോയും ഇയാൾ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഈ ഒരു സീനിലൂടെ മനസ്സിലാകും. ഇതേ സമയത്ത് ദ്വീപിൽ മറ്റൊരിടത്ത് ലീഡറായിട്ടുള്ള ക്ലാരയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. കാരന്റൻ എന്ന അവരുടെ ആ ഒരു ട്രഡീഷണൽ പ്ലേയും അതിൽ നടത്താനിരിക്കുന്ന കാര്യങ്ങളും റൂൾസിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ക്ലാരയാകട്ടെ ആ ഒരു ട്രഡീഷണൽ പ്ലേ എങ്ങനെ നടത്തണമെന്ന് അവിടുത്തെ ജനങ്ങളോട് പറയാൻ തുടങ്ങി. 30 വർഷം മുമ്പ് നമ്മുടെ പൂർവികർ പണ്ട് ഈ ഒരു ട്രഡീഷൻ നടത്തിയിരുന്നപ്പോൾ പുറത്തുനിന്ന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്ന് അവരെ ഒരു ബലിയായിട്ട് സാക്രിഫൈസ് ചെയ്ത് അവരെ ഭക്ഷിച്ചായിരുന്നു ഈ ഒരു ട്രഡീഷൻ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അത് 30 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. കുറേയേറെ നാളുകളായിട്ട് ട്രഡീഷന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സാക്രിഫൈസ് നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം പുതിയ തലമുറയിലെ ആർക്കും തന്നെ ഇതിനോട് താല്പര്യമില്ലായിരുന്നു. ഏതായാലും ഞാൻ അവസാനമായിട്ട് നടത്തുന്ന ഒരു പ്ലേ ആണിത്. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ അങ്ങനെ ഒരു സാക്രിഫൈസ് നടത്താൻ പോവുകയാണെന്ന് ക്ലാര അവരോട് പറഞ്ഞു. എന്നാൽ ക്ലാരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു ജനങ്ങളൊന്ന് ഞെട്ടിപ്പോവുകയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഇൻഗമർ എന്ന ആ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആ ഒരു കുടുംബത്തിലെ 4 പേരെ കൊല്ലാനാണ് നിങ്ങളുടെ പദ്ധതി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെയുള്ള അവരെ ഒന്ന് പേടിപ്പിക്കുക, അത് മാത്രമായിരുന്നു നമ്മുടെ ഉദ്ദേശമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ലെന്ന് ഇൻഗമർ പറഞ്ഞു. അതുമാത്രമല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ക്ലാരയുടെ മകനായിട്ടുള്ള സ്റ്റീഫനും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ആ ഒരു തീരുമാനത്തെല്ലാം ക്ലാര എതിർക്കുകയായിരുന്നു. ഞാനാണ് ഇവിടുത്തെ ലീഡർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതിയെന്ന് അവൾ തറപ്പിച്ച് അവരോട് പറഞ്ഞു. അവരെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ക്ലാരയാകട്ടെ മാറ്റ്സ് ലാർസന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരന്റന് വേണ്ടിയുള്ള ആ ഒരു സാക്രിഫൈസിന് തന്റെ കൂടെ നിൽക്കണമെന്ന് ക്ലാര മാറ്റ്സ് ലാർസനോട് പറഞ്ഞു. നിന്റെ ഹോട്ടലിൽ വന്നിട്ടുള്ള ആ ഒരു കുടുംബത്തിലെ 4 പേരെ അവരെയാണ് സാക്രിഫൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ ഏർപ്പാടാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്ലാര അവനോട് പറഞ്ഞു.
ഒരു കൊലപാതകം നടത്തുക എന്ന കാര്യമൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മാറ്റ്സ് ലാർസൺ മറുപടി പറയുകയാണ്. എന്നാൽ മാറ്റ്സ് ലാർസൺ ഇതിന് കൂട്ടു നിന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ആ ഒരു വിയേഡായിട്ടുള്ള കാര്യവും അവന്റെ സൈക്കോ സ്വഭാവവും ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ ആൾക്കാരോടും ഞാൻ തുറന്നു പറയുമെന്ന് ക്ലാര വിരട്ടി പറഞ്ഞു. ഒന്നാമത് തന്നെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നതിന് ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് മാറ്റ്സ് ലാർസനെ കണ്ണിൽ കണ്ടുകൂടാ. അവന്റെ ഈ ഒരു സ്വഭാവം കൂടി അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനെ വെച്ചേക്കില്ല. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ അവസാനം മാറ്റ്സ് ലാർസൺ കൂടെ നിൽക്കാമെന്ന് ക്ലാരയ്ക്ക് അവൻ ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ കാരന്റൈൻ എന്ന ആ ഒരു ട്രഡീഷൻ നടത്തുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. വലിയ ആഘോഷപൂർവ്വമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ആ ഒരു നാട്ടിൽ നടക്കുന്നത്. മാസ്ക് ഇട്ട കുറച്ച് ആൾക്കാർ ഡ്രമ്മൊക്കെ കൊട്ടി ആ ഒരു ട്രഡീഷൻ അവിടെ തുടങ്ങുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു നാടകം നടത്തുന്നതിന് വേണ്ടി വലിയൊരു തിയേറ്ററും സ്റ്റേജും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു നാടകം കാണുന്നതിന് വേണ്ടി അവിടുത്തെ നാട്ടുകാരും ജനങ്ങളും എല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് നാടകത്തിന് റിച്ചാർഡിനെയും അവന്റെ ഫാമിലിയെ ക്ഷണിക്കാനായിട്ട് മാറ്റ്സ് ലാർസൺ അവന്റെ ആ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് വന്നത്. ഇവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് കുക്കീസും ഇവന്റെ കയ്യിൽ കരുതിയിരുന്നു. കമ്മ്യൂണിറ്റിയുമായിട്ട് ഞാൻ സംസാരിച്ച് നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു നാടകം കാണാനായിട്ട് നിങ്ങളെ അവർ ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങൾ 4 പേരും നാടകത്തിന് വരണമെന്ന് മാറ്റ്സ് ലാർസൺ അവരോട് പറഞ്ഞു. എന്നാൽ അവർ 4 പേരും ആകട്ടെ പുറത്ത് ഹാർബറിന്റെ അവിടെ സ്വിമ്മിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ആ ഒരു നാടകം 8 മണിക്കൂറോളമുണ്ട്. നാടകം ക്ലൈമാക്സിന്റെ ഭാഗമാകുമ്പോൾ തങ്ങൾ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ആ ഒരു ഹാർബറിന്റെ അടുത്തേക്ക് നീന്താൻ പോവുകയാണ്. മാറ്റ്സ് ലാർസൺ ആകട്ടെ ഇത് കേട്ടപ്പോൾ വല്ലാത്ത നിരാശയിലായി. അവൻ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതി കണ്ട് അവരെ ക്ഷണിച്ചതായിരുന്നു. അങ്ങനെ ഇതേ സമയത്ത് ആ ഒരു സ്റ്റേജിൽ കാരന്റൈൻ എന്ന ട്രഡീഷനോടനുബന്ധിച്ച് ആ ഒരു നാടകം നടത്തുകയാണ്. 200 വർഷം മുമ്പ് ഇംഗ്ലീഷുകാർ ഇവരുടെ ഒരു ദ്വീപിൽ വന്നതും അവിടെ വരൾച്ചയും പകർച്ചവ്യാധിയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതും ഇതൊക്കെ കാരണം ആ ഒരു ദ്വീപിൽ ഒരു ക്വാറന്റൈൻ ഏർപ്പെടുത്തിയതും ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം തിന്നൊടുക്കാൻ തുടങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇവരുടെ ഒരു നാടകത്തിന്റെ ഇതിവൃത്തം. ഇവരുടെ ഈ ഒരു പഴയ കഥകളായിരുന്നു ഇവർ ഈ നാടകത്തിൽ വിഷ്വൽ പ്ലേ ആയിട്ട് കാണിച്ചത്. അങ്ങനെ നാടകം നടക്കുന്ന ഇതേ സമയത്ത് തന്നെ ഹാർബറിൽ പോയി നീന്തലെല്ലാം കഴിഞ്ഞിട്ട് റിച്ചാർഡും അവന്റെ കുടുംബവും തിരികെ ഹോട്ടലിലേക്ക് വരികയാണ്. അവർ ഹോട്ടലിൽ വന്ന് നോക്കുമ്പോൾ മാറ്റ്സ് ലാർസൺ അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ആ ഒരു കുക്കീസാണ് അവർ ടേബിളിൽ കണ്ടത്. അവർ 4 പേരും അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ ഒരു കുക്കീസ് എടുത്ത് കഴിക്കുകയാണ്. എന്നാൽ ആ ഒരു കുക്കീസിൽ അവർ 4 പേരും മയങ്ങാനായിട്ടുള്ള ഒരു മരുന്ന് കരുതി വെച്ചിരുന്നു. കുക്കീസ് കഴിച്ചതോടുകൂടി തന്നെ അവർ 4 പേരും അങ്ങനെ അവിടെ ബോധം കെട്ടു വീണു. ഇതേ സമയത്ത് തന്നെ മാറ്റ്സ് ലാർസൺ അവിടെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് 4 പേരും ബോധം കെട്ട് കിടക്കുന്നതാണ്. അയാളുടെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഇതേ സമയം കാരന്റൈൻ സെലിബ്രേഷൻ നടക്കുന്ന ആ ഒരു നാടകത്തിൽ ഇംഗ്ലീഷുകാരായിട്ട് അഭിനയിക്കുന്ന ആ 4 പേരെ നാടകത്തിലുണ്ടായിരുന്നവരും അവിടുത്തെ ജനങ്ങളും ചേർന്ന് കുത്തിക്കൊല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഹോട്ടലിലെ ആ മുറിയിൽ മാറ്റ്സ് ലാർസൺ അവന്റെ തനി സൈക്കോ സ്വഭാവം പുറത്തെടുക്കുന്നത്. സ്ത്രീകളുടെ ആ ഒരു അണ്ടർഗാർമെന്റ്സ് ഇട്ടുകൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന ജെസിയെ അബ്യൂസ് ചെയ്യാനായിട്ട് അവൻ അവളുടെ അരികിലേക്ക് വരികയാണ്. അവൻ അങ്ങനെ പതിയെ ബോധം കെട്ട് കിടക്കുന്ന ജെസിയുടെ അരികിലേക്ക് കടന്നു. ഇവിടെയാണ് കഥയുടെ ആ ഒരു മെയിൻ ട്വിസ്റ്റ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ വിചാരിച്ചത് മാറ്റ്സ് ലാർസണും ആ ദ്വീപിലെ ആൾക്കാരുമാണ് ഈ ഒരു കഥയിലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്നാണ്. എന്നാൽ പെട്ടെന്നാണ് ജെസി കണ്ണു തുറക്കുന്നത്. മാറ്റ്സ് ലാർസൺ കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ബാക്കി 3 പേരും അവന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ കൊടുത്ത ആ ഒരു കുക്കീസ് അവർ 4 പേരും കഴിച്ചിട്ടില്ല. അങ്ങനെ അവർ 4 പേരും ചേർന്ന് കട്ടിലിൽ കിടക്കുന്ന മാറ്റ്സ് ലാർസനെ കുത്തിക്കൊല്ലുകയാണ്. അവിടെ വെച്ച് തന്നെ മൃഗീയമായിട്ട് വെട്ടിഞ്ഞുറുക്കി അവർ 4 പേരും അവനെ കൊന്നുകളഞ്ഞു. കഥയുടെ ആദ്യം ഒരു കഫേ ഓണറും അയാളുടെ ഭാര്യയും മരണപ്പെട്ടത് നമ്മൾ കണ്ടിരുന്നു. കഥയുടെ ആദ്യത്തെ ആ ഒരു സീനിൽ കഫേയിൽ പേഴ്സ് മറന്നു വെച്ചതുകൊണ്ട് അത് തിരികെ എടുക്കാൻ പോകുന്ന റിച്ചാർഡിനെ നമ്മൾ കാണുന്നുണ്ട്. തിരികെ എടുക്കാൻ പോകുന്ന ആ ഒരു സമയത്തായിരുന്നു റിച്ചാർഡ് അവർ 2 പേരെയും മൃഗീയമായിട്ട് കൊന്നത്. അതുപോലെ തന്നെ കഫേയിൽ വെച്ച് ചത്ത ഒരു കിളിയെയും അതിന്റെ കൂടെ ജെസിയും സാമും ഫോട്ടോ എടുക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ആ ഒരു കിളിയെ കൊന്നു കളഞ്ഞതും ഇവർ 2 പേരും ചേർന്നിട്ടായിരുന്നു. അതായത് ഇവർ 4 പേരും ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു സൈക്കോ ഫാമിലിയാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിലെ അവിടുത്തെ ജനങ്ങളെ കൊന്നുകളയുന്ന സീരിയൽ കില്ലേഴ്സാണ് ഇവർ 4 പേരും. ഇവർ കൊല്ലുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവരുടെ ആ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ് ഇവർ ആൾക്കാരെ കൊന്നു തള്ളുന്നത്. അങ്ങനെ അവർ അവരുടെ കയ്യിലുള്ള മോഡേൺ വെപ്പൺസ് എല്ലാം എടുത്ത് ദ്വീപിലെ ജനങ്ങളെ ഓരോരുത്തരെ കൊന്നു തള്ളാനായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി തിരിക്കുകയാണ്. മുൻപിൽ കാണുന്ന ആ ദ്വീപിലെ ജനങ്ങൾ ഓരോരുത്തരെയും അവർ മൃഗീയമായിട്ട് കൊല്ലാൻ ആരംഭിച്ചു. കുറച്ച് അകലെ നിന്ന് തന്നെ ക്ലാരയും അവളുടെ കൂടെ ഉണ്ടായിരുന്നവരും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അകലെ ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് ക്ലാരയ്ക്ക് വ്യക്തമായില്ല. എന്തൊക്കെ നടന്നാലും കാരന്റൈൻ ട്രഡീഷൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ക്ലാരയുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം അവൾ നടത്തുന്ന അവസാനത്തെ ട്രഡീഷനാണിത്. ദ്വീപിലുള്ള ജനങ്ങളൊക്കെ പരിഭ്രാന്തിയോടെ എങ്ങും ഓടുകയാണ്. അവിടെയുള്ള കുറെ പേരൊക്കെ വിചാരിച്ചത് ക്രിമിനൽ ആയിട്ടുള്ള ജൊഹാനാണ് ഇതിന്റെ പിന്നിലെന്നാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ജെസിയും സാമും ദ്വീപിലുള്ള കോസ്റ്റ് ഗാർഡിന്റെ ആ ഒരു പോർട്ടിലെത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോർട്ട് ഓഫീസർ ആയിട്ടുള്ള ലേഡി വെളിയിലേക്ക് ഇറങ്ങി വന്നു. അല്പം പരിഭ്രാന്തിയോടെയായിരുന്നു ജെസിയും സാമും ആ ഒരു ലേഡിയുടെ മുൻപിൽ നിന്നത്. 2 പേരെയും ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ആ ലേഡി ഓഫീസർ അവർ 2 പേരെയും കെട്ടിപ്പിടിച്ചു. എന്നാൽ ആ ഒരു ലേഡി ഓഫീസർ വിചാരിക്കാതെ പെട്ടെന്നായിരുന്നു 2 പേരും അവരെ കുത്തി കൊന്നത്.
കൊല്ലുക മാത്രമല്ല, മരിച്ച ആ ഒരു ഓഫീസറുടെ ബോഡിയുടെ മുൻപിൽ നിന്ന് രണ്ടുപേരും അല്പം സൈക്കോ രീതിയിൽ ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ അവരും അവിടെ നിന്ന് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ലാരയുടെ മകനായിട്ടുള്ള സ്വാന് ഈ ഒരു കാര്യങ്ങൾ അറിയിക്കാൻ പോർട്ടിലേക്ക് വരികയായിരുന്നു. പോർട്ടിൽ വന്ന് സ്വാൻ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന പോർട്ട് ഓഫീസറിനെയാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് അവിടെയുള്ള ഫ്ലെയർ ഗൺ എടുത്ത് അവൻ മുകളിലേക്ക് ഫയർ ചെയ്തു. നഗരത്തിലുള്ള പോലീസുകാരെ എന്തെങ്കിലും എമർജൻസിക്ക് അവരെ അറിയിക്കാനായിട്ടുള്ള ഒരു ഫ്ലെയർ ഗൺ ആയിരുന്നു അത്. അങ്ങനെ അതോടുകൂടി തന്നെ ആകാശത്ത് മൊത്തം ചുമന്ന നിറമായിട്ട് മാറി. കുറച്ച് അകലെ നിന്ന് മാറി റിച്ചാർഡും സൂസനും ഈ ഒരു ഫ്ലെയർ ഗണ്ണിന്റെ വെട്ടം കാണുന്നുണ്ടായിരുന്നു. ഇനി അധിക നേരം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, പോലീസുകാർ ഉടൻ തന്നെ ഇവിടെ വരും. ഈ ഒരു കാര്യം അവർ മനസ്സിലാക്കിയെങ്കിലും പാട്ടുംപടി ലാഘവത്തോടെയാണ് അവർ അവരെയെല്ലാം കൊന്നു തള്ളിയത്. അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട കുറച്ച് ലോക്കൽസും ക്ലാരയും സ്വാനും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുടിലിൽ കയറി ഒളിക്കുകയാണ്. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാണ് ക്ലാരയും കൂട്ടരും അതിനകത്തിരുന്നത്. എന്നാൽ ഇവരുള്ള ആ ഒരു സ്ഥലം തേടി കണ്ടുപിടിച്ച് റിച്ചാർഡും ആ ഒരു സൈക്കോ കുടുംബവും അവിടെ എത്തിയിരുന്നു. ലോക്കാക്കിയ ആ ഒരു വാതിൽ തള്ളി തുറക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു കൊലയ്ക്കൊക്കെ പിന്നിൽ ആരാണെന്ന് ക്ലാരയ്ക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ക്ലാര അങ്ങനെ വാതിലിനോട് ചേർന്ന് നിന്നപ്പോഴാണ് മറു സൈഡിൽ നിന്ന് റിച്ചാർഡ് അവന്റെ കത്തി ഉപയോഗിച്ച് വാതിലിലൂടെ കുത്തി കയറ്റിയത്. കുത്തുകൊണ്ടെങ്കിലും ക്ലാരയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമേ വന്നുള്ളൂ. എന്നാൽ ക്ലാരയുടെ മകനായിട്ടുള്ള സ്വാനാകട്ടെ വലിയൊരു വാളെടുത്ത് അകത്തുനിന്ന് വാതിലിലൂടെ പുറത്തേക്ക് അങ്ങ് കുത്തി കയറ്റുകയായിരുന്നു. വാതിലിന്റെ മറു സൈഡിൽ നിന്ന് റിച്ചാർഡിന്റെ കവിളിലൂടെയാണ് ആ ഒരു വാള് കുത്തി ഇറങ്ങിയത്. വേദന കൊണ്ട് റിച്ചാർഡ് അലറി കാറുകയാണ്. ആ ഒരു കുത്തൊക്കെ കൊണ്ടെങ്കിലും റിച്ചാർഡ് മരണപ്പെട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സൈക്കോ കുടുംബം വാതിലും ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി വരികയാണ്. ഈ ഒരു സമയം കൊണ്ട് ക്ലാരയും സ്വാനും മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചു മാറി പോയിരുന്നു. പക്ഷേ ലോക്കൽസ് ആയിട്ടുള്ള ബാക്കി ആൾക്കാരെല്ലാം ആ ഒരു കുടിലിൽ തന്നെ കുടുങ്ങി പോവുകയാണ്. മുൻപിൽ കണ്ട ആ ഒരു ആൾക്കാരെയെല്ലാം റിച്ചാർഡും അവന്റെ കുടുംബവും വളരെ ബ്രൂട്ടലായിട്ട് തന്നെ കൊന്നുകളയുകയാണ്. ഇൻഗമർ എന്ന പേരുള്ള ആ ഒരു ചെറിയ പയ്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവനെയും അവർ കഴുത്തറുത്തു കൊന്നു. അങ്ങനെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ എല്ലാവരെയും മൃഗീയമായിട്ട് തന്നെ അവർ കൊന്നുകളഞ്ഞു. ഇതേ സമയത്ത് തന്നെ ദ്വീപിന് വെളിയിലുള്ള ഫോഴ്സ്ബർഗ് എന്ന് പറയുന്ന ആ ഒരു ഡിറ്റക്റ്റീവ് പോലീസിന് ഒരു ഫോൺ കോൾ വരികയാണ്. സ്വാൾട്ട് എന്ന ദ്വീപിൽ വലിയൊരു കൂട്ടക്കുരുതി നടന്നിരിക്കുന്നു. ദ്വീപിലെ കുറേയേറെ ജനങ്ങൾ കൊലപ്പെട്ടിരിക്കുകയാണ്. ഉണർന്നെഴുന്നേറ്റ ഫോഴ്സ്ബർഗ് ഇങ്ങനൊരു വാർത്തയാണ് കേൾക്കുന്നത്. ഈ ഒരു വലിയ കൊലയ്ക്ക് പിന്നിൽ യൊഹാൻ എന്ന ആ ഒരു ക്രിമിനൽ ആയിരിക്കുമെന്ന് ഫോഴ്സ്ബർഗ് പറഞ്ഞു. ഇതേ സമയത്ത് ആ ഒരു ദ്വീപ് കാണിക്കുകയാണെങ്കിൽ റിച്ചാർഡും സൂസനും അവർ കൊന്നു തള്ളിയ ആ ദ്വീപിലെ ആൾക്കാരെയെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. കത്തിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു പുകയും ആ ഒരു ജഡങ്ങളുടെ മണവും മണത്തെടുത്ത് രണ്ടുപേരും ആസ്വദിക്കുകയാണ്. സൈക്കോ ക്യാരക്ടറിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് വേണേൽ നമുക്ക് പറയാം. ഈ ഒരു സമയത്താണ് സാം എന്ന ആ ഒരു പയ്യൻ റിച്ചാർഡുമായിട്ട് എന്തോ കാര്യം പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങിയത്. തർക്കത്തിനിടയിൽ റിച്ചാർഡിന് അവന്റെ ആ ഒരു സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സാമിനെ അവന്റെ കത്തി ഉപയോഗിച്ച് റിച്ചാർഡ് കുത്തി കൊല്ലുകയാണ്. എന്നാൽ ഇത് കണ്ടുനിന്ന സൂസനും ജെസ്സിയും ആകട്ടെ അവരുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്തിനാണ് അവനെ കൊന്നതെന്ന് മാത്രമാണ് ജെസ്സി ചോദിച്ചത്. അപ്പോൾ റിച്ചാർഡ് മറുപടി പറഞ്ഞു, നമ്മുടെ ഈ ഒരു ട്രിപ്പിലുടനീളം അവന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ കൂടെ കുറെ നാൾ നിൽക്കാനുള്ള ആ ഒരു സ്വഭാവവും ആറ്റിറ്റ്യൂഡും ഒന്നും അവനില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ ഞാൻ തട്ടിക്കളഞ്ഞത്. ജെസ്സി അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു, എന്റെ ബ്രദറായിട്ട് ഇനി ആക്ട് ചെയ്യാനായിട്ട് മറ്റാരെങ്കിലും നമ്മളിനി കണ്ടെത്തണം. ഇപ്പോൾ മാത്രമാണ് ചില സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇവർ 3 പേർ മാത്രമാണ്. ബ്രദറായിട്ട് അഭിനയിക്കാനും ഈ ഒരു കൊലകൾ നടത്താനും അവർ ഹയർ ചെയ്ത ഒരാൾ മാത്രമാണ് സാം. ഇതേ സമയത്ത് തന്നെ ദ്വീപിലുള്ള ക്ലാരയും അവളുടെ മകൻ സ്വാനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. തന്റെ അമ്മയോട് എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്വാൻ പറഞ്ഞു. എന്നാൽ കാറിന്റെ എന്ന തന്റെ ഒരു അവസാന ട്രഡീഷൻ പൂർത്തിയാക്കിയിട്ട് മാത്രമേ താൻ വരുത്തുള്ളെന്ന് ക്ലാര നിർബന്ധം പിടിക്കുകയായിരുന്നു. തന്റെ അമ്മയും കൂട്ടാതെ പോകത്തില്ലെന്ന വാശിയിൽ തന്നെയായിരുന്നു സ്വാനും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് സ്വാൻ അവന്റെ വീട്ടിലേക്ക് നിന്ന് ഒരു വലിയ ഷോട്ട് ഗണ്ണുമായിട്ട് പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് സീരിയൽ കില്ലേഴ്സ് ആയിട്ടുള്ള അവർ 3 പേർ മാറ്റ്സ് ലാർസന്റെ ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഒരു കൺട്രോൾ റൂമും CCTVയിലൂടെ അവരെ സ്പൈ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മോണിറ്ററും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത്രയും നാളും അവൻ ഒളിഞ്ഞിരുന്ന് നമ്മളെ സ്പൈ ചെയ്യുമായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ റിച്ചാർഡിന് വല്ലാത്ത ദേഷ്യമായി. അപ്പോഴാണ് മാറ്റ്സ് ലാർസന്റെ ആ ഒരു വീട്ടിൽ ഒരു സീക്രട്ട് ഡോറ് റിച്ചാർഡ് ശ്രദ്ധിച്ചത്. ആ ഒരു ഡോറ് എത്തിച്ചെല്ലുന്നതാകട്ടെ ഇവർ താമസിച്ചിരുന്ന ആ ഒരു എയർബിഎൻബി ഹോട്ടലിലേക്കാണ്. റിച്ചാർഡ് അങ്ങനെ ആ ഒരു വാതിൽ തുറന്ന് ആ ഒരു വഴിയിലൂടെ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചെല്ലാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് ജെസ്സി ആകട്ടെ ഹോട്ടലിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ അകത്തുണ്ടായിരുന്ന സ്വാന് അവന്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് പെട്ടെന്ന് ജെസ്സിനെ വെടിവെക്കുന്നു. ജെസ്സി അങ്ങനെ പരിക്കുകളോടെ പെട്ടെന്ന് നിലത്ത് വീണു പോവുകയാണ്. സ്വാനും അവന്റെ അമ്മ ക്ലാരയും ജെസ്സിയുടെ അടുത്ത് ചെന്നപ്പോൾ അവളൊരു വിക്ടിമാണ് എന്ന രീതിയിലാണ് അവൾ സംസാരിച്ചത്. ഈ ഒരു കൊലകളും ഞങ്ങളെ ആക്രമിച്ചതുമെല്ലാം മാറ്റ്സ് ലാർസൺ ആണ്. അവൻ എന്റെ അച്ഛനെയും സഹോദരനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ജെസ്സി നന്നായിട്ട് അവരുടെ മുൻപിൽ അഭിനയിച്ചു. മാറ്റ്സ് ലാർസൺ അവൻ ഈ വീട്ടിൽ എവിടെയോ ഉണ്ടെന്ന് ജെസ്സി സ്വാനോട് പറയുകയാണ്. സ്വാൻ അങ്ങനെ മാറ്റ്സ് ലാർസനെ തപ്പിക്കൊണ്ട് മുകളിലത്തെ ആ ഒരു നിലയിലേക്ക് പോയി.
ഈ ഒരു സമയത്ത് ക്ലാരയാകട്ടെ ജെസ്സി പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും വിശ്വാസമില്ലാതെ അവളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു നേരത്താണ് സൂസൻ വാതിലുറന്ന് ജെസ്സിയുടെ അടുത്തേക്ക് ഓടി വന്നത്. തന്റെ മകളെ കിട്ടിയ സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് സൂസനും നന്നായിട്ട് അഭിനയിച്ചു. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ക്ലാരയ്ക്കും അവരെ വിശ്വാസമായി. അങ്ങനെ മുകളിലത്തെ നിലയിൽ സ്വാൻ ഒരു മുറി കയറി പരിശോധിച്ചപ്പോഴാണ് മൃഗീയമായിട്ട് മരണപ്പെട്ട് കിടക്കുന്ന മാർച്ച് ലാർസനെ അവൻ കാണുന്നത്. അങ്ങനെ സ്വാൻ ഒരു സത്യം മനസ്സിലായി. ജെസ്സി അവനോട് പറഞ്ഞ കാര്യങ്ങൾ കള്ളമായിരുന്നു. സ്വാൻ മറ്റൊരു മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ നോക്കിയത് മരണപ്പെട്ട് കിടക്കുന്ന റിച്ചാർഡിനെയാണ്. എന്നാൽ റിച്ചാർഡിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ മരണപ്പെട്ടില്ലായിരുന്നു. റിച്ചാർഡാകട്ടെ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സ്വാന്റെ കഴുത്തു വെട്ടി അവനെ കൊല്ലുകയാണ്. എന്നാൽ സ്വാൻ ആകട്ടെ അവന്റെ ആ ഒരു അവസാന നിമിഷത്തിൽ അവന്റെ കയ്യിലുള്ള ഷോട്ട് ഗൺ ഉപയോഗിച്ച് റിച്ചാർഡിന്റെ കൈയിലേക്ക് വെടിവെക്കുകയാണ്. റിച്ചാർഡിന്റെ ഇടത്തെ കൈ ആകട്ടെ അങ്ങനെ ചിന്നി ചിതറിപ്പോകുന്നു. ഒരു കൈപ്പത്തി പോയ റിച്ചാർഡ് പതിയെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വരികയാണ്. റിച്ചാർഡ് നോക്കുമ്പോൾ കാണുന്നത് അവന്റെ മുൻപിൽ ക്ലാര നിൽക്കുന്നതാണ്. അങ്ങനെ റിച്ചാർഡും സൂസനും ജെസ്സിയും എഴുന്നേറ്റ് നിന്ന് ക്ലാരയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ഇത്രയും നേരവും നിങ്ങൾ ഇവിടെ കണ്ടത് ഞങ്ങളുടെ നാടകമായിരുന്നു. ദ്വീപിലെ ഈ ഒരു കൂട്ടക്കുരുതിയും ഇവിടുത്തെ ആൾക്കാരുടെ മരണത്തിന് കാരണക്കാർ ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾ തേടി നടന്ന ആ സീരിയൽ കില്ലേഴ്സ് ഞങ്ങൾ 3 പേർ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ക്ലാര വല്ലാണ്ട് ഭയന്നുപോയി. ക്ലാര പുറകിലേക്ക് പിൻവലിഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ഒരു കത്തിയുമായിട്ട് ക്ലാര ഇവരുടെ നേരെ പാഞ്ഞു വന്നപ്പോഴേക്കും ആരോ ഒരാൾ ക്ലാരയുടെ തലയ്ക്ക് ഷൂട്ട് ചെയ്ത് അവളെ കൊന്നു കളയുകയാണ്. ക്ലാരയെ ഷൂട്ട് ചെയ്തത് വേറെ ആരുമല്ല, ഡിറ്റക്റ്റീവ് ഫോഴ്സ്ബർഗ് ആയിരുന്നു. ടൂറിസ്റ്റ് ആയിട്ടുള്ള അവർ 3 പേരെ ക്ലാര ആക്രമിക്കാൻ വന്നു എന്ന് വിചാരിച്ചാണ് ഫോഴ്സ്ബർഗ് ക്ലാരയെ വെടിവെച്ച് കൊന്നത്. ഇവിടെ നടന്നതിന്റെ പിന്നിൽ ക്ലാരയ്ക്കും ഒരു പങ്കുണ്ടെന്ന് ഫോഴ്സ്ബർഗും വിചാരിച്ചു. മുൻപിൽ നിൽക്കുന്ന റിച്ചാർഡും അവന്റെ കുടുംബവും ഇതിന്റെ ഇരയാണെന്ന് മാത്രമാണ് ഫോഴ്സ്ബർഗ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട അവർ 3 പേരെയും ഫോഴ്സ്ബർഗ് ആ ഒരു ദ്വീപിലെ പോർട്ടിലേക്ക് സുരക്ഷിതരായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ ഒരു ബോട്ടിൽ കയറ്റി സുരക്ഷിതരായിട്ട് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടു. ഇതേ സമയത്ത് അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബോട്ടിൽ ഇതൊന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു ക്രിമിനൽ ആയിട്ടുള്ള യോഹാൻ. ഇത്രയും നേരവും ഇവിടെ നടന്ന കാര്യങ്ങളും കൊലപാതകവും ഒന്നും തന്നെ യോഹാൻ അറിഞ്ഞിട്ടില്ല. അവനാകട്ടെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോഴേക്കും പുറകെ വന്ന പോലീസുകാരാട്ടെ അവനെ വെടിവെച്ചു കൊന്നു. ഇവിടെ നടന്ന ഈ ഒരു വലിയ കൂട്ടക്കുരുതിക്ക് പിന്നിൽ യോഹാൻ ആണെന്നാണ് അവരും വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ദ്വീപിലെ എല്ലാവരും തന്നെയും ആ ഒരു കുടുംബം കൊന്നൊടുക്കിയിരിക്കുകയാണ്. അവർ ആഗ്രഹിച്ചതുപോലെ ആ ഒരു സീരിയൽ കില്ലേഴ്സ് അവരുടെ പണിയും തീർത്തിട്ട് അവർ ദ്വീപിൽ നിന്ന് സുരക്ഷിതരായിട്ട് യാത്ര തിരിച്ചു. ഈ ഒരു മൂവിയുടെ അവസാനം റിച്ചാർഡ് ക്യാമറയെ നോക്കി ഒരു ഡയലോഗും പറയുന്നുണ്ട്. ദ ഫാമിലി ദാറ്റ് സ്ലേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഇങ്ങനെ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. കഥയുടെ അവസാനം അല്പം ഡിസപ്പോയിന്റിംഗ് ആയിരുന്നെങ്കിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരുന്നു പെട്ടെന്ന് ട്വിസ്റ്റുകൾ ഈ മൂവിയിൽ വന്നിരുന്നത്. ഈ ഒരു കുടുംബത്തിലെ 4 പേരാണ് യഥാർത്ഥത്തിൽ വില്ലൻ ക്യാരക്ടേഴ്സ് എന്ന് നമ്മൾ കഥയുടെ ഇടയ്ക്ക് വെച്ച് മാത്രമാണ് അറിയുന്നത്. ഏതായാലും ഈ ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.